ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനമായ വിശുദ്ധായതിനെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച് അനന്തകാരുണ്യത്തിന് നീയും സ്തുതിയാമേ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കുക. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11:32 മുതലുള്ള തിരുവചനങ്ങൾ. ലാസറിനെ വേർപ്പിക്കുന്ന സംഭവമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. ഒരുപക്ഷെ മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും അവസാനമാണ്. ഇനി അതിനപ്പുറത്തേക്ക് അയാൾക്കൊന്നും ചെയ്യാനില്ല, അയാൾക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്റെ ഏറ്റവും ബലഹീനമായ അവസ്ഥയാണ് മരണം. ഒരുപക്ഷെ ലാസറിന്റെ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ, ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു സമയത്താണ് ഈശോ കടന്നു വന്നത്. ലാസറിനെ ഉയർപ്പിക്കാമെന്ന് അറിയിച്ചതും അതുപോലെ ചെയ്തതും. അതായത് എത്രത്തോളം ഞാൻ വീണ് പോയിട്ടുണ്ടെങ്കിലും, എത്രത്തോളം താഴെയാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും, എത്ര വലിയ പടുകുഴിയിലും പാപത്തിന്റെ പിടിയിലുമാണ് ഞാനെങ്കിലും തമ്പുരാൻ എന്നെ രക്ഷിക്കാൻ ഒരു വാക്ക് മതി എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മളൊന്ന് വായിച്ചു കേൾക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളോ കുറവുകളോ നമ്മുടെ പ്രശ്നങ്ങളോ ഒന്നും തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമല്ല. തമ്പുരാൻ്റെ മുന്നിൽ സ്വയം വിട്ടുകൊടുക്കാനും ആ ദൈവത്തെ വിളിച്ചുണർത്താനുള്ള ഒരു ക്ഷമയും ധൈര്യവും നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ആ തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ നമ്മളെ മരണത്തിൽ നിന്ന് പോലും കൈപിടിച്ച് കയറ്റാനായിട്ട് സാധിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ആ പൗത്യത്തോടെ തമ്പുരാൻ്റെ മുന്നിൽ നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ആ തമ്പുരാൻ്റെ വാക്കുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെവി ഓർക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അവൾ സമകൂടിയിടത്തിൽ അറിയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. യേശു നിന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്ന് കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്തു മാറ്റുവൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്നും ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുവരുന്നു. യേശു അവരോട് പറഞ്ഞ്, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ.